കേന്ദ്രാവിഷ്കൃത നഗരവനം പദ്ധതി പാളിയെന്ന് വാർത്ത. കൊല്ലം ജില്ലയിൽ കോടികൾ മുടക്കി ഒരുക്കിയ ഈ നഗരവനം പദ്ധതി ലക്ഷ്യം കണ്ടില്ല. ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് നഗരവനം പാതി വഴിയിൽ മുടങ്ങിപ്പോയതെന്നാണ് പറയുന്നത്. പുനലൂരിലായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത്. 24 എക്സ്ക്ലൂസീവ്. രാജ്യത്തിന്റെ 200 നഗരങ്ങളിൽ ചെറുവനങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നഗരവനം പദ്ധതി. കേരളത്തിൽ 4 ഇടങ്ങളിലാണ് ഈ പദ്ധതി അനുവദിച്ചത്. അതിലൊന്ന് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പുനലൂർ കേളങ്കാവിലെ നഗരവനം പദ്ധതിയുടെ മനോഹരമായ കവാടത്തിന് താഴെയാണ് ഞങ്ങളുള്ളത്. ഇതിനുള്ളിലെ ആ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. പുനലൂർ നഗരസഭയിലെ കേളങ്കാവിൽ 56 ഹെക്ടർ സ്ഥലത്ത് 3 കൊല്ലം മുമ്പാണ് വനം വകുപ്പ് നഗരവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2022 ജൂലൈയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചെങ്കിലും പരിചരണമില്ലാതെ പലതും നശിച്ചു. വ്യൂ ടവറും കവാടവും ഒഴിച്ചാൽ ബാക്കി നിർമ്മാണങ്ങൾ പാതി വഴിയിൽ. ഇന്ന് നാട്ടിൽ നിന്നും പിടികൂടുന്ന പാമ്പുകളെ തുറന്നുവിടാനുള്ള ഇടമാണ് ഇവിടം. കാടുകൾ പിടിച്ച് മനുഷ്യനും പന്നിയും മനുഷ്യനൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ പോലും ഒക്കത്തില്ല. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പാമ്പിനെ ഒക്കെ കൊണ്ട് ഇതിനകത്താണ് വിടുന്നത്. ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഇത് പഴയതുപോലെ കിടന്നിരുന്നെങ്കിൽ അതായിരുന്നു മെച്ചമെന്നാണ് ഇപ്പം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അന്ന് ഇത്രയും പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു. നഗരങ്ങളോട് ചേർന്ന് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പരിസ്ഥിതി സ്നേഹികൾക്കുമെല്ലാം പ്രയോജനപ്പെടുന്ന കൃത്രിമ വനം ഒരുക്കുന്നതാണ് പദ്ധതി. സംസ്ഥാന വനവികസന ഏജൻസി വഴിയാണ് നടപ്പാക്കുന്നത്. ശലഭോദ്യാനം, സ്മൃതിവനം, നക്ഷത്രവനം, ഇൻഫർമേഷൻ സെന്റർ, പരിസ്ഥിതി ഷോപ്പ്, ശൗചാലയം, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ നഗരവനത്തിലുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും എങ്ങും എത്തിയില്ല. 2 കോടി രൂപ വകയിരുത്തിയ പദ്ധതി ആദ്യ ഗഡുവായി അനുവദിച്ചത് 1,40 ലക്ഷം രൂപ. അതുപോലും പൂർണ്ണമായും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇനി ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയണം. ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.